ചെറിയ വെള്ളാരങ്കല്ലുകളിൽ ഇറച്ചി ചുട്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? മുളാബി എന്നാണ് ഈ പാചക രീതിക്ക് പറയുക. ഒമാനിലെ സലാലയിലെ പാതയോരങ്ങളിൽ ഈ വിഭവം ലഭിക്കുന്ന ധാരാളം കടകൾ കാണാം. ഖരീഫ് സീസണിൽ സലാലയിലെത്തുന്ന സഞ്ചാരികൾ ഇത് രുചിക്കാതെ മടങ്ങാറില്ല. ചിക്കനും മട്ടനും ബീഫും മസാലയൊക്കെ തേച്ച് ചുട്ടുപഴുത്ത കല്ലിൽ ഇങ്ങനെ നിരനിരയായി വെച്ചിട്ടുണ്ട്. വേവുന്ന മുറക്ക് അവ തിരിച്ചും മറിച്ചുമിടാൻ ജോലിക്കാർ അടുത്ത് തന്നെയുണ്ട്. കല്ലിൽ ഇറച്ചി ചുട്ടെടുക്കുന്നത് സുലഭമാണെങ്കിലും ചെറിയ വെള്ളാരം കല്ലുകൾ ചൂടാക്കി അതിനു മുകളിൽ ഇറച്ചി വേവിച്ചെടുക്കുന്നത് കൗതുക കാഴ്ച തന്നെയാണ്. ഖരീഫായതോടെ മുളാബി കച്ചവടം സലാലയിൽ വിവിധയിടങ്ങളിൽ പൊടി പൊടിക്കുന്നു. സലാലയിൽ വരുന്നവർ പ്രധാനമായും കഴിക്കുന്ന ഭക്ഷണമാണ് കല്ലിൽ വെച്ച് ചൂടെടുക്കുന്ന ഇത്തരം മാംസങ്ങൾ. മുൻകാലത്ത് കനലിന്റെ മുകളിൽ വെച്ച് ചൂടാക്കിയെടുക്കുന്ന കല്ലിന് മുകളിലായിരുന്നു പാചകമെങ്കിൽ ഇപ്പോൾ താഴെ ഗ്യാസ് കൊടുക്കുകയാണ് ചെയ്യുക. والله شوف في عندنا هذا مشاكيك، هذا يعتبر لحم قعود نحطه في العاد على الحجر. طبخة تقليدية مال عمان. في عندك برضو الدجاج نفس الطريقة. في عندك هذه الطريقة، هذا شوف لحم، هذا الكرشة، كرشه، هذا الكرشة فيها الكبد والكلى والشحم. കബ്സ, മന്തി, കാബൂളി എന്നിവയോടൊപ്പമാണ് ഇറച്ചി കഴിക്കുക. ഇവിടുത്തെ മഹല്ലി ആടും ബീഫും മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. നല്ല രുചിയുള്ളതും അതോടൊപ്പം നല്ല വിലയുമാണ് ഒരു മീഡിയം സൈസ് ആടിന്. 40 റിയാലിലധികം നൽകേണ്ടി വരും. 4 പേർക്ക് കഴിക്കാവുന്ന ക്വാർട്ടറിന് 15 റിയാൽ നൽകണം. സലാലയിലെ ഇത്തീനിൽ ബലദിയ പ്രത്യേകമായി സജ്ജീകരിച്ചിടത്താണ് വ്യത്യസ്തതരം മുളാബികൾ മറ്റു അറബി ഫുഡുകളോടൊപ്പം ലഭിക്കുക. യമനികളും ബംഗാളികളുമാണ് ഇവിടുത്തെ ജോലിക്കാരിൽ ഏറെയും. മീഡിയ 1 സലാല.